നമ്മുടെ ഹൽദി ഡേ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്ന് ഹൽദി നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ മഞ്ഞ കിട്ടും വെട്ടിയായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ പൂവൊക്കെ ഉണ്ട്. നമ്മൾക്ക് പൂവൊന്നും ഇല്ലേ, നമ്മള് പാവപ്പെട്ടാണ്. ചേരുന്നുണ്ട് കച്ചിയിലേട്ടാ. അതെ, ഇത് പടപണ്ടായ സാധനമായിരുന്നു, പിന്നെ അമ്മ അടിച്ച് ചെറുതാക്കി തന്നു. അപ്പൊ ഇന്ന് മൃദുലയുടെ ഫാമിലി എല്ലാവരും ഇപ്പൊ എത്തും കേട്ടോ, കുറച്ച് സമയത്തിനുള്ളിൽ എത്തും. അപ്പൊ മൃദുല രാവിലെ വന്നിട്ട് നമ്മളവിടെ ചടയങ്ങളിൽ തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവര് റെഡി ആയിക്കൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ നീർന്ന ഒരുക്കമാണ് സുഹൃത്തുക്കളെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണെന്ന് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ ക്യാമറമാൻ കാര്യങ്ങളൊക്കെ താഴെ വന്നിരിപ്പുണ്ട്. അപ്പൊ ക്യാമറമാനെ കൂട്ടിയിട്ട് നമുക്ക് പുറത്ത് പോയി കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇപ്പൊ എടുക്കണം. പിന്നെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാനും പറ്റത്തില്ല. പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ ഗെയിം എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന ആരുമില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോലും. അപ്പൊ ഞാൻ കൊച്ചുവിന് മേക്കപ്പ് ചെയ്ത് കൊടുക്കും. കൊച്ചു അതെ നമ്മൾ ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒന്നും റെഡി ആയിട്ടില്ല. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അടിപൊളി ആയിട്ടോ വീട്ടില്. അത് നിങ്ങൾ പോയി കണ്ടിട്ടോ, അപ്പോഴത്തേക്ക് നമ്മൾ റെഡിയാവും. അതെ ഗൈസ്, അപ്പോൾ നമ്മൾ ഹൽദിയുടെ മേക്കപ്പിന് വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ എല്ലാം സെറ്റാണ്. ഹലോ, നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഒന്ന് അതേ ചേച്ചിമാർ തന്നെയാണ് എനിക്ക് ഇന്ന് ചെയ്യുന്നത്. കാര്യമായിട്ട് പിന്നുന്നുണ്ട്, അതിൻ്റെ തലയിൽ വെക്കുന്ന സാധനമാണ്. ഇതെങ്ങനെ ഇത് സെറ്റ് ചെയ്ത് ഞാനൊരു ഇച്ചിരി അങ്ങോട്ട് മാറിയപ്പോൾ ഇത് സെറ്റ് ചെയ്താണല്ലേ. ഗൈസ്, ഇപ്പോൾ കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ട്, എൻഗേജ്മെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞ് വെക്കുന്നത് സേവ് ദ ഡേറ്റ് ഒന്നും വെച്ചിട്ടില്ല, അത് കഴിഞ്ഞ് വെക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ രണ്ട് കണ്ണും തമ്മിൽ. Hey guys, so let's go. നമുക്ക് റെഡി ആവാം സുഹൃത്തുക്കളെ. ഫസ്റ്റ് നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. തലേന്ന് താഴോട്ട് പോവാവേ. ബൾബ് കത്തിച്ചിട്ടേക്കുന്ന ഇവിടെ. ഈ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ആവുമ്പോ മുഖക്കുരു വരും. എന്താണെന്ന് അറിയാം, ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ ഇല്ല. ഏത് സൈഡിലോട്ടാ ചീക്കുന്ന? ഇങ്ങോട്ടാണ് ചീക്കുന്നത്. ഫുഡ് കൊണ്ടുവന്നതാ. എന്റെ അമ്മോ, ഇത് എത്ര പേർക്കുള്ളതാ ഇത്? കൊല മാറി വെച്ചാ കൊള്ളാവോ? ഒന്നും ആയില്ല, ആവുന്നതേ ഉള്ളൂ. ഹേ ഗായ്സ്, അപ്പൊ കൊച്ചു ഒരുക്കിയത് എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. മൊത്തം കഴിവും പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെ അപ്പം ഇനി അച്ഛനും അമ്മയും കൊണ്ട് കാണിക്കാൻ കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കാം. മാമ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? അമ്മ ഇവിടെ എല്ലാരും തിരക്കിലാണ് സുഹൃത്തുക്കളെ, എല്ലാരും ജോലിയിലാണ്. കൊള്ളാമോ? കൊച്ചു മേക്കപ്പ് ചെയ്ത് തന്ന. നമ്മൾ പുറത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. താങ്ക് യു ചൈതന്യ ചേച്ചി, താങ്ക് യു നീര ചേച്ചി. ഇപ്പോൾ നമ്മൾ മൃദുലയുടെ ഹോട്ടലിലോട്ട് എത്തിയിട്ട് റൂമിൻ്റെ അങ്ങോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പം അവള് റെഡി ആയിട്ട് ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കൊച്ചു വാ. എവിടെ ഇതെല്ലാം ഇട്ടിട്ടുണ്ടോ അതിന്റെ മുഖത്ത്? കണ്ണിന്റെ ഒക്കെ ഷെയ്ഡ് കണ്ട. ഇത് ഏതൊക്കെ കളർ? ഇത് എല്ലാം ഉണ്ടല്ലേ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൃദുല അവിടെ നിന്ന് പോസൊക്കെ ഇടുന്നു, ചേട്ടന്മാരിടുന്ന ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നേരെ ഇനി വീട്ടിലോട്ടൊക്കെ പോകണം കേട്ടോ. കൊച്ചു, അപ്പോൾ ഞാൻ കല്യാണമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേറൊരു തീരുമാനമുണ്ട് സുഹൃത്തുക്കളെ. കല്യാണമായിട്ട് പുതിയൊരു ജേണിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പറ, എന്തോ വലുത് വരായിരിക്കുക. പറ. എടാ, അപ്പം നമ്മൾ ഹണിമൂണിനൊക്കെ ഇനി പോവുകയാണല്ലോ. നമ്മൾ മീൻസ് നമ്മൾ പിന്നെ നോർത്തിലോട്ട് പോകും. നമ്മൾ കാശ്മീരിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളിനി കാശ്മീരിലൊക്കെ ഇനി പോകുമ്പോൾ നമുക്ക് ഹിന്ദി അറിയത്തില്ലെങ്കിൽ പെട്ടുപോകും. നിനക്ക് വല്ല തേങ്ങ അറിയും ഹിന്ദി? അപ്പോൾ നമ്മളിപ്പം ഇനി ഹണിമൂണ് നമ്മൾ ഇനി ഇന്ത്യക്ക് പുറത്താണ് പോകുന്നതെങ്കിൽ ജർമ്മനി, ഫ്രാൻസ് ഒക്കെ പഠിക്കണ്ടേ? ശരിയാ, നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കണം കേട്ടോ. ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, നീ എങ്ങനെ പഠിക്കുന്നത് അത് പറ. ഞാൻ നമ്മുടെ ഡൂലിംഗോ ആപ്പ് വഴി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 14+ ഫോറിൻ ലാംഗ്വേജ് ഉണ്ട്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഗെയിം കളിക്കുന്ന പോലെ പഠിക്കാൻ പറ്റും. അതുകൊള്ളല്ലേ. നമുക്ക് ഡെയിലി ഒരു 10 മിനിറ്റ്സ് ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്കും വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ സാധിക്കും.
അപ്പൊ ഫീസോ? എടാ ഇതിനകത്ത് ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, പഠിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ഗൈസ്. അതിനെന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടാ. നീ കളഭമാടുന്ന നേരം ആ പരിമളം നന്ദമെൻ ഹൃദയം തഴുകി അഴകേ. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ. നിറയുക സിരകളിൽ അനുപമലഹരികളെ. പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും. സുഖമിതു മറയരുതിനെ ഒരു പിറവി വരെ. കാതിലോരമാരോ പാടി. ചാടി ഇറങ്ങി കണ്ടെത്തി പോയപ്പോ ഇനിയിപ്പോ കുളമുണ്ട്, കുളിച്ചെങ്കിൽ കേറാം. വലിച്ച് ചെളി ചാടി കൈസ് ഓടിപ്പോയേക്കുന്നത്. നോക്ക് ഗൈസ്, ചെളിയായി. നോക്ക്, പറഞ്ഞില്ലായിരുന്നടാ അവിടെ ചെളി ഉണ്ടെന്ന്. ആ ഫ്ലോയിൽ ഓടി അങ്ങ് പോയതല്ലേ. ഭഗവാനേ, ഇപ്പൊ മുഖത്തും ചെളി കാലിലും ചെളി. വെള്ളമൊക്കെ കൊണ്ടുവരുന്നു ഗൈസ്. ഇതിനകത്ത് വീഴാൻ ഞാൻ കാര്യം, ഇതിനകത്ത് വീഴുന്ന പിന്നെ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഇവിടെ നിർത്തിയിട്ട് പോകേണ്ടി വന്നേരം. എന്തോ പറയാനാ നോക്കണേ. ഇത് കൊച്ചു ലാസ്റ്റ് കഴുകി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്റെ ദൈവമേ. ഇപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ അവസാനിച്ച സുഹൃത്തുക്കളെ, ചെളിയിൽ വീണെങ്കിലും വീണെങ്കിലും അല്ല അടിപൊളിയായിട്ട് അവസാനിച്ച്. അപ്പൊ ഇതൊന്ന് കുറച്ചിനി വല്ലതായിട്ട് കഴുകി ഒരു ബാർ സോപ്പ് കൂടെ എടുത്തിട്ടൊന്ന് കഴുകണം. അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അവിടെ അച്ഛന്റെ അമ്മയുടെ ഡാൻസും പരിപാടികളൊക്കെ ബാക്ക് ടു വരുന്നതാണ് അല്ലേ, പൊളിക്കണ്ടേ? അപ്പൊ ജസ്റ്റ് നമ്മളെ ഓണായിട്ടേ ഉള്ളൂ പാർട്ടി. അപ്പൊ നമുക്കിനി ചില്ല് ചെയ്യാൻ സുഹൃത്തുക്കളെ, പൊളിക്കാം. കമോൺ, ലെറ്റ്സ് ഗോ. ബ്ലൂം അടിക്കണോ ഇതിനകത്ത്? അപ്പോൾ നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നോക്കൂ സുഹൃത്തുക്കളെ. ഒരുത്തം ചാടി ഇവിടെ ആദ്യമേ അമ്മയുടെ കൈ കയറിയിട്ടുണ്ടായിരുന്നു. മഞ്ഞുടുപ്പൊക്കെ ഇട്ടൊന്നും കേട്ടോ. ഫുള്ളൊരു മഞ്ഞ മയമാണല്ലേ. എല്ലാവരും വന്നതേ, എല്ലാവരും ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതേ പിള്ളേരൊക്കെ കൂടെ കൂടി കളിക്കുന്നുണ്ട്, മൃദുലയോടെ നിൽക്കുന്നുണ്ട്. അപ്പം പരിപാടിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ആവാൻ വേണ്ടി റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പം ഞാനും മൃദുലയും കൂടി ഫസ്റ്റ് കയറാൻ വേണ്ടി പോകട്ടോ. ഇന്നത്തെ പരിപാടി ആങ്കർ ചെയ്യാൻ വേണ്ടി പോകുന്നത് മൃദുലയുടെ ചേച്ചിയും കൊച്ചുമാണ് സുഹൃത്തുക്കളെ, രണ്ടുപേര്. അപ്പം നിങ്ങൾ രണ്ടുപേരാണ് കയ്യിലാണ് പരിപാടി ഇരിക്കുന്നത്. എടാ ഇല്ലടി, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ബാക്കി പരിപാടികളൊക്കെ. അപ്പം നിങ്ങൾ രണ്ടുപേരും തകർത്തോ. ബെസ്റ്റ് ഓഫ് ലക്ക്. അടി. അപ്പം അടി കൊച്ചു. രണ്ടുപേരും കൂടി ദേ കയറാൻ പോട്ടി പോകുന്നു സുഹൃത്തുക്കളെ. ഹായ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഒരു സ്വാഗതം പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, കാരണം നമ്മൾ ഫാമിലീസ് മാത്രമേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ ഷോയൊക്കെ ആങ്കർ ചെയ്യുന്നത് നമ്മുടെ മീൽ ചേച്ചിയാണ്. മൈക്ക് അങ്ങോട്ട് കൊറാ. ഫാമിലീസിനെ വിളിക്കാം. അച്ഛ, അമ്മ, പ്രവീണ, മുറു. കൊച്ചു മുറുന്ന് മനസ്സിലായില്ല. നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ. നിറയുക സിരകളിൽ അനുപമലഹരികളെ. പകലിലേറെ
ചിറകുമായി വരുമൊരതിശയരാമു തരും സുഖമെതു മറയരുതെനിയൊരു പിറവി വരെ കാതിനോരമാരോ പാടി തിരിതിരിയുടെ കതിരൊളിയോ മൽച്ചേലോടെ മിഴിയിട ചിമ്മി തൊഴുതുണരാനിന്നെന്താണെന്താവോ. ഗൈസ് അപ്പോൾ നമ്മള് ഇവിടെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര ഫീലില്ലേ? എത്ര അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം എന്തായാലും നമ്മൾ ഓരോരുത്തർ ഫാമിലീസ് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവർ രണ്ടുപേരും മിസ്സിംഗ് ആയിരുന്നു കേട്ടോ. എവിടെ പോയിരുന്നു? ഉത്തരവാദിത്വം ഉണ്ട് നിങ്ങൾക്ക്? ഡ്രസ് എടുക്കാൻ എന്തൊക്കെ ചെയ്യണം? മേക്കപ്പ് ചെയ്യണം, അതെ, കാടി കലക്കണം, എല്ലാം ഇവര് തന്നെ ചെയ്യണം. കാടിയാ? കാടിയല്ല, മാവടാ. നിങ്ങളൊരു മയത്തിന് മാറ്റി തേക്കണം കേട്ടാ. ഈ ഹൽദിയുടെ മെയിൻ ചടങ്ങ് ഈ മാവലയിൽ അങ്ങാണ്ട ഈ സാധനത്തിൽ മഞ്ഞളി മുക്കി തേക്കണമെന്നാണ്ടൊക്കെയാണ് ചടങ്ങ്. സംഭവം എനിക്കും കറക്റ്റ് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഇവിടെ മാവലയൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. എടാ, അപ്പൊ ഡൂലും കൂടെ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന? എടാ, നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ പോയി ഡൗൺലോഡ് ചെയ്തോ. ഫ്രീ ആണ്. 14+ ലാംഗ്വേജ് ഉണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം അണിമുളക്കം പോകുമ്പോൾ ലാംഗ്വേജ് പ്രശ്നം കൊച്ചു പഠിച്ചോ. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചോ കേട്ടോ. നമ്മൾ പഠിക്കുന്നുണ്ട്, നീ ആ പഠിക്കണ്ട. ഓക്കെ സെറ്റ്. എന്റെ ഹണിമൂൺ ആകുമ്പോഴത്തേന് ഞാനും പഠിക്കും. ഓക്കെ. പാട്ടാണോ സിനിമ? കാറ്റ് ലിപ്പലക്കല്ലേ വലിയ കാറ്റ് ഇത് കബഡിക്ക് അറിയത്തില്ല. അപ്പോഴേ സുനാമിയാ? സിനിമ ഡയലോഗ് അല്ലേ? സിനിമ ഡയലോഗ് അല്ലേ? എടാ, എനിക്കൊരു അവസരം എന്താ? ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ശ്രദ്ധിച്ചോണേ. കൊച്ച് കാറ്റ് കാറ്റില്ലേ? കാറ്റിൽ തേങ്ങാക്കണ അപ്പൊ അടുത്ത റൗണ്ടിലോട്ട് പോകാം കേട്ടോ. അടുത്ത റൗണ്ടിൽ അച്ഛനും അമ്മയാണ്. ഇതാണ് കേട്ടോ. ഓക്കെ, ഇതാണേ. കാണാമോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ആന്തരി സാധനം. കുരങ്ങൻ. എന്തോ? ഓക്കെ. കുറച്ച് അടുത്തെത്തി. പുലിവാൽ കല്യാണോ? പെട്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇതാണ് കേട്ടോ. ഓക്കെ, വിശാലമായ പാടം. സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല, അതിന്റെയാണ് കേട്ടോ. ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകും. കുളത്തി ചാടി. ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞു കൊടുക്കാം. ഇവിടെ പറഞ്ഞോ? പറഞ്ഞു ഗൈസ്, പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. മുഖം മൂടി. വീട് പറ വേണേ. കുറച്ചെത്തി. അവര് പറഞ്ഞിരിക്കുന്നത് CAD മൂസയാണ്. നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ. എത്ര വാക്കുണ്ട്? 2. ഇവ ഇതെങ്ങനെ കാണിക്കൂടെ? ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ. പ്രൊമോഷന് പോയി കളിച്ചതാണ്. ആ സ്റ്റെപ്പ് കാണിച്ചെന്നാലും മതി, ഞാൻ പറയാം. ദിലീപിന്റെ ആ സിനിമ മീശ മാധവനല്ലല്ലോ. CAD മൂസ.
ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് നല്ല വൈബ് ആയിരുന്നു. നമ്മൾ ഗെയിംസ് ഒക്കെ കളിച്ച് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? പൊളിച്ച്. ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. കൊള്ളാമോ? ഇന്നലെ അച്ഛൻ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചപ്പോഴും ഇതൊന്നും കണ്ടില്ലായിരുന്നു. നേരെ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയപ്പോ ഇനി നമ്മളെ വൻ ഡാൻസ് ബാക്ക് ടു ബാക്ക് വരുന്നതാണ്. മീൻ ചേച്ചിയുടെ ഡാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡാൻസ് കളിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് പോലും കണ്ടിട്ടില്ല കേട്ടോ. നാളോട് എങ്ങനെയുണ്ടായിരുന്നു? ഹൽദി എങ്ങനെയുണ്ടായിരുന്നു? ഹൽദി എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നില്ലേ? കഴിച്ചപ്പോൾ എന്തേ അവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ. നമ്മൾ ഈ ഒരു സൈഡിലാണ് നമ്മൾ ഫുഡ് എടുക്കുന്നത്. അതാണ്ട് എല്ലാവരും വരുന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓൾ ഇൻ ഓൾ ആയത് മണിക്കുട്ടണ്ണൻ ഇവിടെ തകർത്ത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. കഴിച്ചില്ല ലാസ്റ്റ് നമ്മുടെ ഡാൻസ് ഉണ്ട്. ഈ പരിപാടി നോക്കിയിട്ട് അങ്ങോട്ട് തകർപ്പം അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ ഇതിനിടയ്ക്ക് എവിടെയുണ്ടോ? അമ്മ ഫുൾ ബിസി ആയിട്ട് ഇങ്ങനെ ഓടി നടക്കും കേട്ടോ. സത്യം പറയാലോ ഗൈസ്, അമ്മയെ സമ്മതിക്കണം. അമ്മ രാവിലെ മുതൽ ഓടി നടക്കുകയാണ് പാപം. എവിടെയെന്തോ അമ്മയെ കാണാൻ പോലും ഇല്ല ഗൈസ്. അപ്പം ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം എത്രയാണ്? 1 മണി ഗൈസ്. 1 മണി. സത്യമല്ലേ ഈ കല്യാണം? സാധാരണ നമ്മൾ കല്യാണത്തിന് പോവാ, ഫുഡ് അടിക്കാൻ പോവാ. ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഈ കല്യാണക്കാരുടെ ആ ഒരു അവസ്ഥ ഇല്ലേ? അതെ, എല്ലാവരും പോയോട്ടോ, ഫാമിലീസ് എല്ലാവരും പോയി. ഇപ്പം നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞേ പിരിയുന്നുള്ളൂ. അവർ വിടുന്നില്ല. ഇനി കല്യാണത്തിന് വെറും 2 days ഗൈസ്. നാളെ റിസപ്ഷന് നമ്മൾ അങ്ങോട്ട് പോകണം. അമ്മ അച്ഛനും സത്യം പറഞ്ഞ വ്ളോഗ് എടുക്കാൻ പോലും കിട്ടിയിട്ടില്ല. നമ്മളെ നേരെ വ്ളോഗ് എടുത്തോന്ന് അറിയത്തില്ല ഗൈസ്. സത്യം അത്രയ്ക്ക് തിരക്കായിരുന്നു. അമ്മയൊന്നും കണ്ടിട്ടേ ഇല്ല. ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. മീനി ചേച്ചി നമ്മളെല്ലാം ഡാൻസ് സൂപ്പറായിരുന്നു. ഡാൻസ് നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇടുന്നതാണ്. കയ്യിൽ കമ്മലാടി. ഇത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇത് എന്റെ എല്ലാം പൊത്ത് കയറിയിടാണ്ട് ഇവിടെ ഒക്കെ പൊത്തിരിക്കുന്നുണ്ട്. ഫുഡ് വേണം അമ്മ കഴിക്കാം ഐസ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഫുഡിന് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങളത് പറഞ്ഞില്ലല്ലോ ഐസ്. പൊറോട്ട, ദോശ, അരിപ്പത്തിരി, ബീഫ് എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. ഞാനിതിപ്പോഴാണ് കാണുന്നത്. മുട്ടയുണ്ട്. ഫംഗ്ഷൻസ് ഒക്കെ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ വേണ്ട നിറഞ്ഞിരുന്ന ആ ഒരു വേദിയിൽ ഇപ്പോൾ 2-3 പേര് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ അച്ഛൻ്റെ അമ്മയുടെ നമ്മളെല്ലാവരും ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആരും അതെ ബുട്ടീക്കാണ്. അപ്പം നമ്മൾ റീസെൻ്റ്ലി നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന ആ ഒരു വ്ളോഗിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സമയം പറഞ്ഞില്ല, 2 മണിയൊക്കെ അടുപ്പിച്ച് ആവാറായിട്ടുണ്ട്. അപ്പം ഇനി വേണം അവർക്ക് എല്ലാവർക്കും വീട്ടിലോട്ട് പോകാൻ. നാളെ നമ്മൾ നേരെ മൃദുലയുടെ വീട്ടിലോട്ട് പോകുന്നതാണ് സുഹൃത്തുക്കളെ. വൈകിട്ട് അവിടെ റിസപ്ഷനാണ്. അപ്പം അക്കി ബാക്കി കിടന്ന് കരയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും പോയേട്ടോ, എല്ലാവരും പിരിഞ്ഞു. അതെ, നമ്മൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനി നേരെ പോയി കിടന്ന് ഉറക്കണം. അച്ഛനെ കണ്ണിരിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പോൾ നാളെ നമ്മൾ വീട്ടിൽ അങ്ങോട്ട് പോകുന്നത് മാക്സിമം നമ്മൾ വ്ളോഗ് എടുക്കാനായിട്ട് നോക്കാം. സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തത് ഒന്നും ഒരു ഐഡിയ ഇല്ല. ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം ഇനി ഇതിലുള്ള റിവ്യൂ കാണുന്നവരെ ഗൈസ്. സമയം 2:33. എല്ലാവരും കോലങ്ങളൊക്കെ മാറി. ഇപ്പോഴും എല്ലാവരും ഇവിടെ കട്ടണൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആരും പോയിട്ടില്ല. നമ്മളിത് കട്ടണൊക്കെ അടിച്ച് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കല്യാണം കഴിയാത്തവർക്ക് ഉറക്കില്ലേ? എന്തിനാ ആരും ഉറങ്ങാത്തത്? മൃദുലതേ മുടിയൊക്കെ അടിച്ചിട്ടാണ്. രാവിലെ ആള് വരും മെഹന്തിയുടെ. അവനും ഉറക്കില്ല ഗൈസ്. അവനും ഓട്ടം തന്നെ. കൊച്ചു എന്തേ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇറങ്ങുന്നു.